ജനറൽ ബോഡി യോഗത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ എന്നോടൊപ്പം നവമി ദിനേശ് ചേർന്നു. നവമി, ജനറൽ ബോഡി യോഗം പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ശ്വേതാ മേനോൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന് വ്യക്തമാണ്. ഏതായാലും അവരെ അനുനയിപ്പിക്കാൻ അംഗങ്ങൾ തയ്യാറാകുന്നു. പക്ഷേ അവർക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നേക്കും എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് അവരെ അനുനയിപ്പിക്കുന്നത്? എന്തിന് ആണ് ഈ അനുനയത്തിൻ്റെ ശ്രമം അവർ തുടരുന്നത്? എന്താണ് അത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, രാവിലെ യോഗം തുടങ്ങിയത് മുതൽ തുടങ്ങിയ തർക്കമാണ്. ഇപ്പോഴും ആ തർക്കവും ആരോപണങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഒടുവിൽ രാജ്യസന്നദ്ധത അറിയിച്ച് വേദി വിട്ടിറങ്ങുകയായിരുന്നു പ്രസിഡന്റായ ശ്വേതാ മേനോൻ. പക്ഷേ ബാബുരാജ് അടക്കമുള്ളവർ ശ്വേതയെ തിരിച്ചു വിളിക്കുകയും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുകയും ചെയ്തു. ഒഫീഷ്യലി റിസൈനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്. പിന്നീട് അംഗങ്ങളെല്ലാവരും തിരിച്ചു വിളിച്ച് വീണ്ടും ചർച്ച തുടരുകയായിരുന്നു. എന്തായാലും ട്രഷറർ ഉണ്ണി ശിവപാലിനടക്കം രൂക്ഷ വിമർശനമാണ്. ഇപ്പോൾ നടി അൻസിബയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസിബ പറയുന്നത് തനിക്ക് സംഘടനയിൽ നിന്നുമുണ്ടായ മോശം അനുഭവം അത് സംഘടനയിൽ തന്നെ പറഞ്ഞപ്പോൾ തന്നെ പുറത്താക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് താൻ ഈ സംഘടനയെ വിശ്വസിക്കുക എന്ന ഒരു കാര്യമായിരുന്നു അൻസിബ ചോദിച്ചത്. രാവിലെ നടൻ മോഹൻലാൽ സംസാരിച്ചിരുന്നു. മോഹൻലാൽ പോയിട്ടില്ല. മോഹൻലാൽ ഈ യോഗത്തിൽ മുഴുവനും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അടക്കം പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സംഘടനയെ അവമതിപ്പുണ്ടാക്കുന്നു, പക്ഷേ സംഘടനയെ തകർക്കാൻ ആരും ശ്രമിക്കരുത്, പ്രശ്നപരിഹാരം തന്നെയാണ് നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത്, താൻ ആരുടെ പക്ഷം പറയുന്നില്ല. വിശദമായി കേട്ടതിന് ശേഷം ജനറൽ ബോഡിയിലെ ഭൂരിഭാഗം അംഗങ്ങളും എന്ത് തീരുമാനമെടുക്കുന്നു അതായിരിക്കും തന്റെ തീരുമാനമെന്ന് മോഹൻലാൽ പറയുന്നു. അതിനു മുൻപ് ഗണേശാണ് ആവശ്യപ്പെട്ടത് മോഹൻലാലിന്റെ തീരുമാനം. മോഹൻലാൽ ഇതിലൊരു തീരുമാനം പറയണം. ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലനിൽക്കണമോ അതോ രാജിവെച്ച് പുറത്തു പോകണമോ എന്നുള്ളത് മോഹൻലാൽ തീരുമാനിക്കട്ടെ എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. പക്ഷേ അതിനുള്ള മറുപടിയായാണ് മോഹൻലാൽ പറഞ്ഞത് തനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഭൂരിഭാഗം അംഗങ്ങളും എന്ത് നിലപാടെടുക്കുന്നോ, ജനറൽ ബോഡി എന്ത് നിലപാടെടുക്കുന്നോ അതിനൊപ്പം താൻ ഉണ്ടാകുമെന്ന്. ശ്വേതാ മേനോൻ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളാണ് ശ്വേതാ മേനോൻ നടത്തിയിരുന്നത്. ഇത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കും ഈ സംഘടനയെ എന്നൊക്കെ പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷയുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ അനുകമ്പയോടെ കേൾക്കും എന്നൊക്കെ ആയിരുന്നു അന്നത്തെ അവകാശവാദങ്ങൾ. ഇപ്പോൾ ഈ താരസംഘടനയുടെ നേതൃത്വം പൊളിഞ്ഞോ? അവർക്ക് ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സാഹചര്യം എത്തിയോ? അവർക്കൊപ്പം ഇപ്പോൾ ആരുണ്ട്? ഒടുവിൽ മോഹൻലാലിന് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? നിലവിൽ ഈ അംഗങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം ആരും തന്നെ നിൽക്കുന്നില്ല. ഭൂരിഭാഗം അംഗങ്ങളും അവർക്കെതിരായി തന്നെയാണ്. പ്രത്യേകിച്ച് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചതിൽ പോലും വലിയ ക്രമക്കേടുണ്ടെന്ന് തന്നെയാണ് ആരോപിക്കുന്നത്. അത് സിദ്ദിഖ് അടക്കമുള്ള മുതിർന്ന താരങ്ങളാണ് ആ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. സിദ്ദിഖ്, ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ കമ്മിറ്റി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന വാർഷിക റിപ്പോർട്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നത് തനിക്ക് 45 ദിവസത്തെ സമയം തരണം, അത് കൃത്യമായിട്ടുള്ളൊരു വാർഷിക റിപ്പോർട്ട് താൻ അംഗങ്ങൾക്ക് നൽകും എന്ന് ശ്വേതാ മേനോൻ പറയുന്നു. പക്ഷേ അത്രയും സമയം അനുവദിക്കില്ല എന്നാണ് മറ്റുള്ള അംഗങ്ങൾ പറയുന്നത്. അതിൽ തന്നെ വിശ്വാസമുള്ളവർ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വളരെ കുറച്ചു പേര് മാത്രമാണ് കൈപൊക്കിയത്. അതേസമയം ഈ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുന്നവരിലാണ് കൂടുതൽ ആളുകളും കൈപൊക്കിയതെന്നാണ് വിവരം ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ അടങ്ങുന്ന ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിടണമെന്നൊരു അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ട ഒപ്പ് ശേഖരണമൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രമേയമായി തന്നെ അത് അവതരിപ്പിക്കണമെന്ന് പറയുമ്പോൾ പോലും അത്തരത്തിലൊരു അടിയന്തര പ്രമേയം ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അത് 21 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അംഗങ്ങൾക്ക് നൽകുകയും അതിനുശേഷം ഇന്ന് ചേരുന്ന യോഗത്തിൽ അതിലൊരു തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. എന്തായാലും അടിയന്തര പ്രമേയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു അഡ്ഹോക് കമ്മിറ്റിയായി തുടരുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ ഈ പ്രശ്നപരിഹാരത്തിന് ഒരു അഡ്ഹോക് കമ്മിറ്റി വരിക എന്നത്? കാരണം ഇത് ഭൂരിപക്ഷം ആളുകളും ഈ സമിതി മാറണമെന്ന് തന്നെ ഉള്ള താല്പര്യക്കാരാണ്. കുറച്ചുപേർ ഒരു അനുനയ ശ്രമവുമായി വന്നാൽ അത് വിജയിക്കുമോ അതോ ഒരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ?
അങ്ങനെ സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മനു. കാരണം ഒരു അഡ്ഹോക് കമ്മിറ്റി വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം അംഗങ്ങളും ഈ ഒരു കമ്മിറ്റി വേണ്ട, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മാത്രമേ ജനറൽ ബോഡി മുന്നോട്ട് പോവുകയുള്ളൂ. അതിനിടയിൽ ശ്വേതാ മേനോനെതിരെ മറ്റൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അത് ആരോപണം നമുക്കറിയാം 2020-യിലെ സ്ഥാനാർത്ഥികൾ, 2020-യിൽ നിന്നുള്ള സിനിമാ താരങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അവര് BJP-യിൽ നിന്നും ശ്വേതാ മേനോൻ പണം വാങ്ങിയാണ് ഈ സ്ഥാനാർത്ഥികളെ നൽകിയത് എന്നൊരു ആരോപണം ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. പക്ഷെ ആ ആരോപണങ്ങളെല്ലാം ശ്വേതാ മേനോൻ തള്ളിക്കളയുകയാണ്. ശ്വേതാ മേനോൻ പറയുന്നത് അത്തരം BJP-യിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരു പാർട്ടിയിൽ നിന്നും പണം വാങ്ങി തനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ശ്വേതാ മേനോൻ തുറന്നടിച്ചിരിക്കുന്നത്. BJP-ക്കോ കോൺഗ്രസിനോ അനുകൂലമായി ഒന്നും തീരുമാനമെടുത്തിട്ടില്ല. താരങ്ങൾ സ്ഥാനാർത്ഥിയായതിൽ തനിക്ക് ബന്ധമില്ല. അത്തരം ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കൂടി ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഒപ്പം ആഞ്ഞടിച്ചിരിക്കുകയാണ് അൻസിബ. തന്റെ പരാതി കേൾക്കാൻ തയ്യാറായില്ല, തനിക്ക് നീതി കിട്ടിയില്ല, തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നീ കാര്യങ്ങളാണ് അൻസിബ ഇപ്പോൾ യോഗത്തിൽ പറയുന്നത്. എന്തായാലും തർക്കങ്ങൾ തുടരുകയാണ്. ഒരു 4 മണി നവമി, ഞാൻ കുറച്ച് സമയത്തിനകം വീണ്ടും നവമിയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തകൾ കിട്ടേണ്ടതുണ്ട്.